കരുത്തരായ അമേരിക്കയുടെ കാലിടറുവാണോ? ലോക പോലീസായ അമേരിക്കയ്ക്ക് പതിയെ പതിയെ പിടി നഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്നൊരു സംശയം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനൊറ്റ വാക്കിൽ ഉത്തരം കണ്ടെത്താം: ഇന്ത്യ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ, ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു കാലത്ത് വെറുമൊരു വികസ്വര രാഷ്ട്രമായി കണ്ടിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ തങ്ങളുടെ മുഷ്ടികൾ ചുരുട്ടാൻ ആരംഭിച്ചു കഴിഞ്ഞു. വാഷിങ്ടൺ അതിഷ്ടമല്ല. പക്ഷെ നമുക്ക് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ആഗോള രാഷ്ട്രീയത്തിൻ്റെ നിഴലിൽ ഇന്ത്യ ഇനി വെറുമൊരു നിശബ്ദ നിരീക്ഷകനല്ല. ഇതാണ് ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ തലവേദന. ഈ പുതിയ ഇന്ത്യ എന്തിനാ ഈ അമേരിക്ക പേടിക്കുന്നത്? വാഷിങ്ടണിന് ഏറ്റവും അധികം വേദനിക്കുന്നിടത്ത് തന്നെ തുടങ്ങാം നമുക്ക്. ഏഷ്യ പസഫിക്. പതിറ്റാണ്ടുകളായിട്ട് ഈ പ്രദേശം അമേരിക്കയുടെ ആഗോളതന്ത്രത്തിൻ്റെ ഒരു ആണിക്കല്ലായിരുന്നു. എതിരാളികളില്ലാത്ത US സ്വാധീന പ്രദേശം. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആ അധികാര സന്തുലിതാവസ്ഥ മാറ്റുകയാണ്. US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരോടൊപ്പം ക്വാഡിലെ ഇന്ത്യയുടെ പങ്കാളിത്തം ഇൻഡോ പസഫിക്കിലെ ചൈനയുടെ വിപുലീകരണത്തെ ചേർക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ മുൻ ദശകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ തന്ത്രപരമായ സംഭാഷണങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ ഒരു ജൂനിയർ പങ്കാളി മാത്രമല്ല. ജപ്പാനുമായും ഓസ്ട്രേലിയയുമായിട്ടും വളരുന്ന പ്രതിരോധ ബന്ധങ്ങൾ പോലെ തന്നെ ഇന്ത്യ അതിൻ്റേതായ ശക്തമായ പ്രാദേശിക സഖ്യങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ശക്തിക്ക് ഇപ്പോഴും ശക്തമായ ആധിപത്യമുണ്ട്, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഉറച്ച പങ്കാളിത്തം, പ്രത്യേകിച്ച് ഈ സമുദ്ര സുരക്ഷയിലും കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് US മേലിൽ ഇന്ത്യയുടെ നിബന്ധനകൾ നിർദ്ദേശിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയുമാണ്. 2023 നടന്ന ഇന്ത്യ-US സൈനികാഭ്യാസം രണ്ട് രാഷ്ട്രങ്ങൾ ഇപ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് തുല്യരായിട്ടാണ്, അല്ലാതെ അതിൻ്റെ ഒരു ആശ്രിത സഖ്യശക്തിയായിട്ടുമല്ല എന്നതിൻ്റെ സൂചനയാണ്. പിന്നെ പ്രതിരോധം. ചരിത്രപരമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് അമേരിക്ക. പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യ US റഷ്യയുടെയും സൈനിക ഇറക്കുമതിയെ ഒരുപാട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിത്തുടങ്ങി. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന ശേഷി വളരെ വേഗത്തിൽ കുതിച്ചുയരുകയാണ്. ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങുക മാത്രമല്ല, അത് നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യ നിർമ്മിക്കാത്ത എന്ത് ആയുധങ്ങളാണുള്ളത്? എല്ലാ മേഖലയിലും ഇന്ത്യ വളരെ ശക്തമായ കാൽവെപ്പുകൾ നടത്തി കഴിഞ്ഞു. പഴയ ഒരു മഹാശക്തിയായും ഒരു കാലത്ത് അമേരിക്കൻ ആയുധ വിതരണക്കാർ ആധിപത്യം പുലർത്തിയിരുന്ന പ്രദേശങ്ങളായിട്ടുള്ള ഫിലിപ്പീൻസ്, അർമേനിയ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇപ്പോൾ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ്. ഈ സൈനിക കയറ്റുമതി, സോഫ്റ്റ് പവർ, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ദ്രുതഗതിയിലുള്ള വികസനം അമേരിക്കയ്ക്കും അവഗണിക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്തുകൊണ്ട്? കാരണം ഇന്ത്യയുടെ സൈനിക കയറ്റുമതിയിലേക്ക് ഒഴുകുന്ന ഓരോ ഡോളറും അമേരിക്കൻ പ്രതിരോധ കരാറുകാർക്ക് ഓരോ ഡോളർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ കേന്ദ്രമാക്കാനുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ നയം ലോകത്തെ ആയുധ മത്സരത്തിൽ വെറുമൊരു ഉപഭോക്താവായിട്ടല്ല, ഒരു ശക്തനായ എതിരാളിയായിട്ടാണ് ഇന്ത്യയെ നിലനിർത്തുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ മുന്നോട്ട് പോയാൽ US ഭൗമ രാഷ്ട്രീയ കളിസ്ഥലമായിട്ട് ദീർഘകാലമായിട്ട് കരുതിയിരുന്ന ആഫ്രിക്ക, ഇത് ഇന്ത്യ തരംഗമാകുന്ന മറ്റൊരു മേഖലയാണ്. ആഫ്രിക്കയുടെ സുരക്ഷാ പങ്കാളിത്തത്തിലും സാമ്പത്തിക കരാറുകളിലും US പരമ്പരാഗതമായ ആധിപത്യം പുലർത്തുമ്പോൾ ഇന്ത്യ നിശബ്ദമായിട്ട് ആ ഭൂഖണ്ഡത്തിൽ ഉടനീളം ശക്തമായ സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2023-ലും 2024-ലും ഇന്ത്യ ആഫ്രിക്ക പ്രതിരോധ സഹകരണത്തിൻ്റെ കീഴിൽ ഇന്ത്യ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഒന്നിലധികം സൈനിക അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിരോധ പരിശീലന പരിപാടികൾ മുതൽ തന്ത്രപ്രധാനമായ ആയുധ വിൽപ്പന വരെ ആഫ്രിക്കയിൽ ഇന്ത്യ വളരെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക പിന്തുണയും നൽകിക്കൊണ്ട് ഭൂഖണ്ഡത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്ന സഖ്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും അതിൻ്റെ സ്വാധീനം അതിവേഗം വളർത്തിയെടുക്കുമ്പോൾ ഒരു കാലത്ത് ആഫ്രിക്കയുടെ സ്വാഭാവിക പങ്കാളിയായി സ്വയം കരുതിയിരുന്ന US നിലം നഷ്ടപ്പെടുന്ന കാഴ്ചയും നമ്മുടെ മുമ്പിലുണ്ട്. വാഷിങ്ടൺ ഈ സംഭവ വികാസങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നുണ്ടേ: ആഫ്രിക്കയിലെ അവരുടെ ശക്തി കേന്ദ്രം ഇന്ത്യക്ക് നഷ്ടപ്പെടുത്താൻ അമേരിക്ക തയ്യാറാണോ? അമേരിക്കൻ സ്വാധീനത്തിൻ്റെ മറ്റൊരു നിർണായക മേഖലയായിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. പരമ്പരാഗത അമേരിക്കൻ ആധിപത്യ പാതകളെ മറികടന്ന് ഇന്ത്യ എങ്ങനെ പുതിയ വ്യാപാര പാതകൾ നിർമ്മിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാനിലെ ചബഹാർ തുറമുഖം. ഈ തന്ത്രപ്രധാനമായ തുറമുഖം ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ബന്ധിപ്പിക്കുന്നതാണ്. ഇത്
ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ പിന്തുണയുള്ള പാകിസ്ഥാൻ്റെ ഗ്വാദർ തുറമുഖത്തിന് ശക്തമായ ഒരു ബദലുമായി മാറുകയാണ്. വളരെ പ്രധാനമായിട്ട് പ്രാദേശിക സ്ഥിരതയിൽ ഇന്ത്യയെ ഒരു നിർണായക പങ്കാളിയായി ചബഹാർ വഴി ഇറാൻ അംഗീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക ഇറാനെ ഉപരോധിക്കുകയും മിഡിൽ ഈസ്റ്റേൺ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പ്രാദേശികമായ തർക്കങ്ങളെ മധ്യസ്ഥ വഹിക്കാനും സാമ്പത്തിക പങ്കാളിത്തം സുരക്ഷിതമാക്കാനുമായിട്ട് ഇന്ത്യ ഈ സ്ഥാനം വളരെ മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. US-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് വേറൊന്നാണ്, ബ്രിക്സിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. പാശ്ചാത്യർ ആധിപത്യം പുലർത്തുന്ന G7 എതിരായിട്ടാണ് ബ്രിക്സ് ഉയർന്നു വരുന്നത്. US-ൻ്റെ നേതൃത്വത്തിലുള്ള ലോകക്രമം വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ബ്രിക്സുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണം, പ്രത്യേകിച്ച് ചൈനയുമായും റഷ്യയുമായിട്ടുള്ള ബന്ധം ആഗോള അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. വാഷിങ്ടൺ നെയ്റ്റോയെ നയിക്കുമ്പോൾ ഇപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ജനസംഖ്യയുടെയും ഒരു പ്രധാന ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടുള്ള ബ്രിക്സിൽ ഇന്ത്യ നിശബ്ദമായിട്ട് സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. $ഡോളറിൻ്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനായിട്ട് ബ്രിക്സിന് വേണ്ടി ഒരു ബദൽ ആഗോള കറൻസി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ നിർദ്ദേശം ഒരുപക്ഷെ ഇതുവരെയുള്ള ഏറ്റവും ധീരമായ ഒരു നീക്കം കൂടിയാണ്. ഇനിയെങ്ങാനും ഇന്ത്യയും ബ്രിക്സ് കക്ഷികളും ഈ ഉദ്യമത്തിൽ വിജയിച്ചാലോ, ലോകത്തിൻ്റെ തന്നെ കരുതൽ നാണയമെന്ന നിലയിൽ $ഡോളറിൻ്റെ പദവിയെ പണ്ടേ ആശ്രയിക്കുന്ന അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തെ ഇത് തകർക്കും. ബംഗളൂരുവിലെ ഇന്ത്യയുടെ സ്വന്തം സിലിക്കൺ വാലി, അത് US-ന് വെല്ലുവിളിയായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോടെക്നോളജി, ബഹിരാകാശ പര്യവേഷണം എന്നുള്ള മേഖലകളിൽ പുതിയ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള CEO-മാരായിട്ടുള്ള സുന്ദർ പിച്ചെ ഗൂഗിൾ, സത്യ നാദല്ല മൈക്രോസോഫ്റ്റ്, ഇവരൊക്കെ അമേരിക്കയിലെ ഏറ്റവും വലിയ സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ ആഗോള ടെക് ലാൻഡ്സ്കേപ്പിൽ ഇന്ത്യൻ സ്വാധീനം വളരെ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പങ്കാളിയുമായിട്ട് ഇടപെടുകയല്ല, മറിച്ച് തുല്യതയുമായിട്ട് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഇന്ത്യയെ എന്തിനാണ് അമേരിക്ക ഭയപ്പെടുന്നത്? കാരണം ഇന്ത്യ ഉയരുക മാത്രമല്ല, അമേരിക്കൻ ആധിപത്യത്തിൻ്റെ അടിത്തറയെ വെല്ലുവിളിക്കുന്ന ഒരു ആഗോള സൂപ്പർ പവറായിട്ടും കൂടെ മാറുകയാണ്. പ്രതിരോധത്തിലായാലും സാങ്കേതികതയിലായാലും പ്രാദേശിക നയതന്ത്രത്തിലായാലും സാമ്പത്തിക നേതൃത്വത്തിലായാലും ഒരിക്കൽ US കുത്തകയായി വെച്ചിരുന്ന റോളിലേക്ക് ഇന്ത്യ ചുവടുവെക്കുകയാണ് പതുക്കെ പതുക്കെ. വാഷിങ്ടണുമായിട്ട് പൊരുത്തക്കേടുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭാരതം അത് ചെയ്യുന്നത്. ആഗോള നേതൃത്വത്തിൻ്റെ താക്കോൽ സ്ഥാനം കൈവയ്ക്കാത്ത ഒരു ലോകത്തിന് അമേരിക്ക തയ്യാറാണോ? ലോകം ഉറ്റുനോക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ആശങ്കയുണ്ട് എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ജോർജ് സൊറോസിലൂടെയും ബംഗ്ലാദേശിലൂടെയും 110 കിലോ ന്യൂട്ടൺ എയർക്രാഫ്റ്റ് എഞ്ചിനിലൊക്കെ തുടങ്ങി നമ്മൾ പല സ്ഥലത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ പുതിയ ഇന്ത്യ ഇവിടെ നിലനിൽക്കും എന്നുള്ള യാഥാർത്ഥ്യത്തെ എല്ലാവരും അംഗീകരിച്ച് മതിയാവും. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.